ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. ദേശീയ നേതാവുമായ വി. മുരളീധരനെ ക്ഷേത്രം അധികൃതർ പ്രത്യേക പരിഗണന നൽകി ആദ്യഘട്ടത്തിൽ കടത്തിവിട്ടില്ല. പിന്നീട് ദർശനത്തിന് അനുമതി നൽകിയത് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രത്യേക ഇടപെടലിനെ തുടർന്നാണ്. നിയന്ത്രിത അവധിയെന്നാണ് വിശദീകരണം. തിങ്കളാഴ്ച രാവിലെ 6:10 വി. മുരളീധരൻ ഉൾപ്പെടെ 5 പേർ ദർശനത്തിനെത്തിയത്. സമയം 6 കഴിഞ്ഞതിനാൽ കൊടിമരം വഴി കടത്തിവിടേണ്ടതില്ലെന്ന് ക്ഷേത്ര മാനേജർ സെക്യൂരിറ്റിക്കാരോട് നിർദ്ദേശിച്ചു. ഇതോടെ മുരളീധരനും കൂടെയുള്ളവർക്കും അകത്ത് കടക്കാനായില്ല. മുരളീധരന്റെ സുഹൃത്തും ഗുരുവായൂരിലെ പൊതുപ്രവർത്തകനുമായ ശ്രീകുമാർ ഇഴുവപ്പാടി ക്ഷേത്രം ഗോപുരത്തിലെത്തി മാനേജരുമായി സംസാരിച്ചു. ഇന്ന് നിയന്ത്രിത അവധിയാണെന്നും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം അനുവദിക്കാനാകില്ലെന്നും മാനേജർ അറിയിച്ചു. എന്നാൽ പ്രവൃത്തി ദിവസമായ ഇന്ന് നിയന്ത്രിത അവധി ആകുന്നതെങ്ങനെയെന്നും ഇക്കാര്യം ഭക്തരെ മുൻകൂട്ടി അറിയിക്കേണ്ടതല്ലേ എന്നും ചോദ്യമുയർന്നു. ചെറിയ തർക്കത്തിനൊടുവിൽ മാനേജർ അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ ഇടപെടലോടെ വി. മുരളീധരനെയും 3 പേരെയും കടത്തിവിട്ടു. മറ്റ് 2 പേർ നെയ്വിളക്ക് ഷീട്ടാക്കിയും ദർശനം നടത്തി. ഉഷപൂജ സമയത്ത് എത്തിയ വി. മുരളീധരൻ ശീവേലിക്ക് ശേഷമാണ് ദർശനം കഴിഞ്ഞ് മടങ്ങിയത്. പൊതു അവധി ദിവസങ്ങൾ അടുപ്പിച്ചു വരുന്നതിനാൽ വലിയ തിരക്ക് പരിഗണിച്ച് വരിയിൽ നിൽക്കുന്നവർക്ക് ദർശനം വേഗത്തിലാക്കാൻ പ്രവൃത്തി ദിനമായ തിങ്കളാഴ്ചയും VIP ദർശനം അനുവദിക്കേണ്ടെന്ന് ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ചു മാത്രമേ ദർശനം നടത്താൻ എത്തുമായിരുന്നുള്ളൂ എന്നാണ് വി. മുരളീധരന്റെ ഒപ്പമുള്ളവർ പറഞ്ഞത്.